ഹായ്, ഇന്ന് പുതിയ ഒരു ജേണൽ വർക്കിൽ ജേണലിങ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പഴയ ജേണൽ എന്ത് സംഭവിച്ചൊന്നും അത് തീർന്നിട്ടൊന്നുമില്ല. ബട്ട് അതെൻ്റെ ഒരു സ്പെഷ്യൽ ജേണലാണ്. സോ പേജസ് ഒന്നും പെട്ടെന്ന് തീർക്കേണ്ടെന്ന് വിചാരിച്ചു. വെരി സ്പെഷ്യൽ മൊമെൻറ്റ്സ് മാത്രം അതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി ജേണലിങ്ങും അതുപോലത്തെ വേറെ ടൈപ്പ് ഓഫ് ജേണലിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ബുക്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു നോർമൽ ഡയറിയാണ്. അതിനെ ജസ്റ്റ് ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തേ ഉള്ളൂ. റോൾഡ് നോട്ട് ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഐശ്വര്യമായിട്ട് മൈ ഫേവറേറ്റ് എന്ന തീമിൽ തന്നെ നമുക്ക് ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പേജ് തന്നെ ഭയങ്കര ഗ്രാൻഡായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. സിമ്പിളായിട്ട് കയ്യിലുള്ള സ്ക്രാപ്പ് വെച്ചിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് കവർ ചെയ്യാനായിട്ട് ഒരു ബ്രൗൺ പേപ്പർ, അത് ആമസോണിൽ എന്തോ ഡെലിവറി പേപ്പറാണ്, ആ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം മേളിൽ മൈ ഫേവറേറ്റ്സ് ലെറ്റേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം കയ്യിലുള്ള കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോർമൽ പേപ്പർ, കളർ പേപ്പർ, പിന്നെ ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രിൻ്റ് എടുത്തൊരു പേപ്പറാണ്. അതിൻ്റെ കളർ കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ യൂസിന് പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയെങ്കിലും അതിനെക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ആഡംബരത്തിന് അവിടെ എവിടെയായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും വാഷി ടേപ്സും കൂടെ ഒട്ടിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ ഫേവറേറ്റ് കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ നോക്കി നോക്കുമ്പം നമുക്കെന്നെ തോന്നും, നമ്മുടെ ഫേവറേറ്റ്സ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.